ഹലോ ഗേസ്, അസ്സാം വലൈക്കും. അപ്പോൾ എന്തൊക്കെ വർത്താനം? എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ നൈനു വ്ളോഗിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ ഡേറ്റ് കുറച്ച് സാധ്യത സജിൻ്റെ കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അവർ കുറച്ച് വ്ളോഗും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വൈഫ് ഉണ്ടല്ലോ, ഒരു കുറച്ച് പ്രശ്നം കാര്യങ്ങളൊക്കെ ആയിട്ട് വൈഫും ചെറിയ മോനും നാട്ടിലാണ്. അവർ സജിനെ വിളിച്ചിട്ട് കുറച്ച് കാര്യങ്ങളും ഇതൊക്കെ വോയിസ് ക്ലിപ്പും കാര്യങ്ങളൊക്കെ പുറത്ത് വിട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അവർ ഹസ്ബൻഡിനെ കുറിച്ചിട്ടും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും യൂട്യൂബിൽ കേട്ടിട്ടുണ്ടാവില്ലേ, അങ്ങനത്തെ റിയാക്ഷൻ വീഡിയോസൊക്കെ കുറേ അങ്ങനത്തെ അത് ഇട്ടിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ എന്തായാലും ആ വീഡിയോ കുറച്ചൊന്ന് കേൾപ്പിച്ചു തരാം, ഒന്ന് കേട്ടിട്ട് വരികയെ. കേട്ട് നോക്ക് സംഭവം. അതാണ് അവൻ്റെ ഏറ്റവും വലിയ സൈക്കോളജിക്കൽ മൂവ്മെൻറ്റ്. മക്കളെ മുന്നിലിട്ടിട്ട് ആളുകളുടെ സഹതാപം പിടിച്ചു വെക്കുക, അതിലൂടെ ഫെയിം ആവുക, അതിലൂടെ കുറേ ഫ്രണ്ട് സർക്കിൾ, പ്രത്യേകിച്ച് ഗേൾസ് ഗ്യാങ്സ് ഉണ്ടാക്കുക. എന്തൊക്കെയാണ് അവിടെ നടക്കണമല്ലോ അറിയോ ഷാജി? അവിടെയൊക്കെ നടക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞുണ്ടല്ലോ. അവിടെ ചെന്നുണ്ടല്ലോ വെട്ടിക്കൊല്ലും, അമ്മാരി കാട്ടിക്കൊല്ലാണ്. ഒരു മരക്ക് പിന്നീട് നാൾ ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങളുടെ എന്താ ഭയങ്കര സീന് നടക്കണ്ടല്ലോ യൂട്യൂബിൽ ഇങ്ങനെ കാണാം. എന്തൊക്കെയപ്പോൾ പുതിയ പ്രശ്നങ്ങൾ, മറ്റേ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ വീണ്ടും പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്തോ? ഞാൻ ഇന്നലെ ഇങ്ങനെ മറ്റേ എന്റെ സീൻ അവിടെ നിൽക്കട്ടെ. നീ പറഞ്ഞതിലൊക്കെ സത്യം ഉണ്ടോ ഇല്ലേന്നും കൂടി എനിക്ക് അറിയണമായിരുന്നു. അപ്പൊ കൂടുതൽ നീ പറഞ്ഞതിനേക്കാളും കൂടുതൽ സത്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് നിന്റെ ഹസ്ബൻഡിലൂടെ അല്ല, വേറൊരാളിലൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിന്റെയും ഭാഗവും നിന്റെ ഹസ്ബൻഡിന്റെ ഭാഗവും ഞാൻ കേൾക്കാൻ തയ്യാറാണ്. നിന്റെ ഭാഗം ഞാൻ ക്ലിയർ ആയിട്ട് കേട്ടു. ഇനി നിന്റെ ഹസ്ബൻഡിന്റെ ഭാഗവും നിന്റെ മക്കളുടെ ഭാഗവും കൂടി എനിക്കൊന്ന് ക്ലിയർ ആയിട്ട് കേൾക്കാനുണ്ട്. പിന്നെ എന്താ പറയാ, കുറെ സംഭവങ്ങൾ എനിക്ക് ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഏതാ സത്യം ഏതാ നോണാന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ സംഭവങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങളുടെ സംഭവങ്ങളാണല്ലോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ഭർത്താവും ഭാര്യയും അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരി തേക്കുന്നത്. കൂടെ കിടന്ന് കൂടെ ഇത്ര വർഷം 10-13 വർഷം ജീവിച്ച് 3 മക്കൾക്ക് ജന്മം നൽകി ആ ഉമ്മ ഉപ്പയാണ് ഈ സോഷ്യൽ മീഡിയയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ നിനക്ക് പേഴ്സണലായിട്ട് അല്ലെങ്കിൽ നിനക്ക് ഞാൻ മെസ്സേജ് അയക്കും, നീ എനിക്ക് മെസ്സേജ് അയച്ചപ്പോഴും നിന്നോട് മാന്യമായ രീതിയിലാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത്. പിന്നെ എനിക്ക് നിന്നോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിന്റെ മക്കളുടെ ഉപ്പയാണ്, നിന്റെ ഹസ്ബൻഡായിരുന്നു 10-13 വർഷം. ഓന് നിനക്ക് ഒരു കുറവും വരുത്തിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. പിന്നെ നീ എന്തുകൊണ്ടാണ് ഗൾഫിലോട്ട് പോവാത്തെ? എന്തിനാണ് പാസ്പോർട്ട് കാര്യങ്ങളൊക്കെ കത്തിച്ചു വിട്ടെ? ആ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരണം. പിന്നെ നിന്റെ കൂടെ ഉള്ള ആൾ ആരാണ്, നിനക്ക് സപ്പോർട്ടായിട്ട് ആരാണ് നിൽക്കുന്നതെന്നും, പിന്നെ എന്താ നിന്റെ ഉമ്മ നിന്റെ ആങ്ങളാരൊക്കെ എന്താണ് നിനക്കെതിരെ? നിന്റെ ഉപ്പ നിന്റെ കൂടെ ഉണ്ടെന്ന് മനസ്സിലായി, പക്ഷെ നിന്റെ ഉമ്മ നിന്റെ ആങ്ങളാര്, ഹസ്ബൻഡിന്റെ ഉമ്മ ഉപ്പ അവരുടെ ഏട്ടൻ അനിയന്മാരെല്ലാം എതിരാണ്. അപ്പൊ ഇതൊക്കെ എന്താണ് സംഭവങ്ങൾ ഒന്നും കൂടി ക്ലിയർ ആയിട്ട് എനിക്ക് പറഞ്ഞു തരികയാണെങ്കിൽ ഞാൻ അതിനനുസരിച്ചിട്ട് വീഡിയോസ് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരി എറിയണത് ഈ മക്കളില്ലേ. ഈ പെൺകുട്ടി പറയുന്ന, നിങ്ങൾക്കൊരു പെൺകുട്ടി ഉണ്ട്, 2 ആൺകുട്ടികളുണ്ട്. ഈ പെൺകുട്ടി വളർന്നു വരുമ്പോൾ പിന്നീട് അത് ദോഷത്തിലേക്ക് എത്തിക്കുള്ളൂ. കാരണം ആ കുട്ടിക്ക് ഒരു ഭാവിയുണ്ട്, ആ കുട്ടിക്ക് ഒരു ജീവിതമുണ്ട്. നിങ്ങളുടെ ലൈഫ് ഇപ്പൊ നിനക്കൊരു 10-32 വയസ്സായിട്ടുണ്ടെങ്കിൽ നിന്റെ ലൈഫ് കഴിഞ്ഞ് നിന്റെ 10-40 വയസ്സായ നിന്റെ ലൈഫ് ഏകദേശം തീരാനായി. അപ്പോ ആ പെൺകുട്ടി വളർന്നു വരുമ്പോൾ ഉമ്മയും ഉപ്പയും ചളി സോഷ്യൽ മീഡിയയിൽ വാരി തേക്കുമ്പോൾ ഇത് നിങ്ങൾ ഡിലീറ്റ് ആക്കിയാലും ഇത് സോഷ്യൽ മീഡിയയിൽ കടന്ന് ഇങ്ങനെ കളിക്കും. കാരണം വേറെ ആൾക്കാർ കുറേ ഇത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നോട് പറയാനുള്ളത്, അവരുടെ മക്കളുടെ ഉപ്പയാണ്, മക്കളുടെ നീ ഹസ്ബൻഡിൻ്റെ കൂടെ നീ 10-13 വർഷം ജീവിച്ചെന്നാണ് എൻ്റെ ഒരു അറിവ്. ഓന് 10-12 വയസ്സ് അവനെ കാണുമ്പോൾ തോന്നുന്നുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ഞാനും ഒരു ഹസ്ബൻഡിനൂടെ ജീവിച്ചതാണ് 15 കൊല്ലം. 15ാമത്തെ വയസ്സിൽ 2009 മാർച്ച് 29 കല്യാണം കഴിഞ്ഞൊരു വ്യക്തിയാണ്. എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ എൻ്റെ ഇക്കാൻ്റെ കൂടെ പോയതിൻ്റെ ശേഷം എൻ്റെ ഇക്ക പറഞ്ഞതാണ് എൻ്റെ ലോകം. ഇക്ക പറഞ്ഞതിനപ്പുറം എൻ്റെ ഉപ്പ പറഞ്ഞതും കൂടി ഞാൻ കേൾക്കാറില്ല. എൻ്റെ ഉമ്മാനെ കാണണ്ട ഉപ്പാനെ കാണണ്ട പറഞ്ഞാലും കൂടി ഞാൻ ആ ഭാഗത്തേക്ക് പോവാറില്ല, വർഷക്കണക്ക് പോവാറില്ല. 10-15 കൊല്ലമൊക്കെ ഞാൻ ഇവിടെ വരാണ്ടിരുന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. പിന്നെ എന്തുകൊണ്ട് നിന്റെ ഹസ്ബൻഡ് ഇങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചാൽ എനിക്കതിന് ഉത്തരമില്ല. കാരണം ഞാൻ അത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു സ്ത്രീ ആയിരുന്നു, ഒരു വ്യക്തിയായിരുന്നു, ഭാര്യ ആയിരുന്നു, ഒരു ഫ്രണ്ടായിരുന്നു, ഒരു മക്കളുടെ ഉമ്മ, അത്രയും നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഉമ്മ ആയിരുന്നു. ഇപ്പോഴും ഞാൻ എൻ്റെ മക്കളെ പൊന്നുപോലെ നോക്കുന്നുണ്ട്, ഒരാളുടെയും തുണയില്ലാണ്ട് ഞാൻ നോക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് നിന്നോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരി തേച്ചിട്ട് കാര്യമില്ല. നീ ഡൈവോഴ്സിന് അപ്ലൈ ചെയ്തിട്ട് നീ ഡൈവോഴ്സ് വാങ്ങിയിട്ട് നിന്റെ മക്കളെ നിനക്ക് തരികയാണെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ചിലപ്പോൾ നിന്റെ മക്കളെ നിനക്ക് തരുമായിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ നിന്റെ ഭാഗത്ത് തെറ്റുണ്ട് പറഞ്ഞാൽ ആ മക്കളെ അവനെ ഏൽപ്പിക്കുകയായിരിക്കും. അതറിയില്ല എങ്ങനെയാണ് കോടതി നിയമങ്ങളെന്ന് എനിക്ക് കറക്റ്റായിട്ട് ഇതിനെ പറ്റിയിട്ട് അറിയാത്തതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. അപ്പോൾ നൈനു ആയാലും നിങ്ങളുടെ നൈനു മോളായാലും മോനായാലും മൂത്ത മോനായാലും അവർക്കും കുറേ സത്യങ്ങൾ പറയാനുണ്ടാവും. ആ കുട്ടികൾ നിങ്ങളോട് ജീവിച്ചതാണ്. എൻ്റെ മക്കൾ, എൻ്റെ ചാരിക്ക് മോനടക്കം എൻ്റെ കാര്യങ്ങൾ വിളിച്ച് പറയും. അല്ലെങ്കിൽ അവൻ്റെ ഉമ്മമ്മ ചെയ്യണത്, അവൻ്റെ മാമ ചെയ്യണത്, അല്ലെങ്കിൽ ഞാൻ ചെയ്യണത് എന്താണെന്ന് എൻ്റെ മക്കൾക്ക് അത് നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഒരു ഉമ്മി പറഞ്ഞ് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. കണ്ട് വളരണ ചെറുപ്പം മുതലേ ഇന്നത്തെ മക്കൾക്ക് നല്ല ബ്രെയിനാണ്.
അവർ ചെറുപ്പം, നമ്മൾ പണ്ടുള്ളവർക്കൊക്കെ മൊയന്തുകളാണ്, നമുക്കൊന്നും അങ്ങനെ അറിയില്ല. പക്ഷെ ഇന്നത്തെ മക്കൾ ചെറുപ്പം മുതലേ സോഷ്യൽ മീഡിയ വേറുള്ളത് ബാക്കിയുള്ളതൊക്കെ കണ്ടു പഠിക്കുന്നതുകൊണ്ട് തന്നെ ആ മക്കൾക്ക് നന്നായിട്ടറിയാം. പിന്നെ നിന്റെ മോളായാലും നിന്റെ മൂത്ത മോനായാലും എന്തിൻ്റെ പേരിലാണ് അവൻ്റെ കൂടെ നിൽക്കണതെന്നും നിങ്ങളെ തമ്മിൽ നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നും ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറഞ്ഞു തരികയാണെങ്കിൽ. അപ്പോൾ നിങ്ങൾ കേട്ടില്ലേ, ഇതാണ് കേട്ടോ വീഡിയോ. അപ്പോൾ അത് പിന്നെ ഇവർ വൈഫ് ഉണ്ടല്ലോ സാജിക്ക് വോയിസ് വിട്ടതാണ്. അങ്ങനെ പ്രശ്നമാണ്, അവൻ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ആൾക്കാണ് കേട്ടോ വിട്ടുകൊടുത്തിട്ടുള്ളത്. എന്തായാലും വോയിസും കാര്യങ്ങളൊക്കെ വിട്ടുകൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് എല്ലായിടത്തും എത്തി എല്ലാവരും അറിഞ്ഞും ചെയ്തിട്ടോ. പിന്നെ തിരഞ്ഞെടുത്ത ആളെ ഏതായാലും ഉഷാറാണ്. അപ്പോൾ എന്തായാലും അതോടെ ഇരിക്കട്ടെ. അടുത്തെന്താണെന്ന് വെച്ചാൽ പിന്നെ ഹസ്ബൻഡും അതേമാതിരിക്ക് തന്നെ 2 മക്കളും ഗൾഫിലാണ് കേട്ടോ. അപ്പോൾ നെയ്നു എന്നാണ് മോളെ പേര്, പിന്നെ ചാനലിൻ്റെ പേര് കേട്ടോ. അപ്പം മോളുണ്ടല്ലോ നല്ല ബോൾഡായിട്ടുള്ള നല്ലൊരു പിന്നെ മോളാണ് കേട്ടോ. നല്ല കുറുമ്പും കാര്യങ്ങളൊക്കെ അല്ലേ, നല്ല രസമാണ് കേട്ടോ. അവളെ വീഡിയോസും കാര്യങ്ങളും അവർ സംസാരം കാര്യങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് പിന്നെ അവരെ ഉപ്പ അങ്ങനെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സജിൻ്റെ പേരും പറഞ്ഞിട്ടാണ് കേട്ടോ അയാളെ വീഡിയോയും കാര്യങ്ങളും വ്ളോഗൊക്കെ ഇടയിൽ ഒരുവിധം എല്ലാവരും സജിനെ വെച്ചിട്ട് തന്നെയാണ് വീഡിയോ ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ റീച്ച് ആവും ചെയ്യും കേട്ടോ. എല്ലാവർക്കും അവളുടെ കാര്യങ്ങളാണ് പിന്നെ കേൾക്കാനും അറിയാനും താല്പര്യം കൂടുതലില്ലേ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അവരിപ്പോൾ സജി വരുന്നുണ്ട്, കൊണ്ടുവരാൻ പോകുന്നുണ്ട്, പിന്നെ എയർപോർട്ടിൽ പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്, കൂട്ടാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നെയ്നു മോളുണ്ടല്ലോ അവളുടെ സംസാരവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അതിൽ കേൾക്കാൻ വേണ്ടിയിട്ടുള്ള ഇത് പിന്നെ കേൾക്കാൻ നല്ല രസമാണ്. അതിത്തെ പിന്നെ അവൾ വരുന്നതിനെ പറ്റിയിട്ട് പറയുന്നതും പിന്നെ അവളുടെ ഉപ്പ പറയുന്നതിനനുസരിച്ച് അവർ വരണ്ട, അങ്ങനെ ആക്കണ്ട ഇങ്ങനെ ആക്കണ്ട അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എൻ്റെ നെയ്നു മോൾ പറയുന്നത്. അതൊന്ന് കേട്ട് നോക്കിയേ. ഇന്ന് ഞങ്ങൾ ഇപ്പച്ചിന്റെ ഷോപ്പ് തുറക്കാൻ പോവാണ്, ഫോണ് നന്നാക്കണ ഷോപ്പ്. അപ്പൊ ഞങ്ങൾ അതിലേക്ക് പോവാ. പാർട്ടി ഒന്നുമില്ല, ഒരു ഗ്രാൻഡ് ഓപ്പണിംഗ്. അപ്പൊ ഞങ്ങളിന്ന് നമ്മളെ ഷോപ്പിൽ ഇന്ന് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റ് പാർട്ടി ഉണ്ട്. പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുബായ് തേരയിൽ വെച്ചിട്ടാണ്. അപ്പൊ അതിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഷാജിയാണ്. ഞാൻ കാണിച്ചു തരാം. ഇന്നലെ ഞാൻ കാണിച്ചു തന്നില്ല, ഇന്ന് ഞാൻ എന്തായാലും കാണിച്ചു തരും. ഇന്ന് ഞാൻ എന്തായാലും കാണിച്ചു തരും. ഹലോ ഗായ്സ്, അപ്പൊ ഞങ്ങൾ ഇപ്പച്ചിന്റെ പുതിയ ഷോപ്പിക്ക് പോവാണ്. അതിന്റെ ഗ്രാൻഡ് ഓപ്പണിംഗ് വരുന്നുണ്ട്. പിന്നെ അതിന്റെ നൈറ്റ് പാർട്ടിക്ക് ഞങ്ങൾ പോവാണ്. അതിന്റെ ഗസ്റ്റ് ആണ് ഷാജിയാണ്. കണ്ണാട പൊട്ടിയിട്ടുണ്ട് ഗ്ലാസ്. അപ്പൊ അതിന്റെ ഗസ്റ്റ് ഷാജിയാണ്. എല്ലാരും ആ വീഡിയോ ഫുള്ള് കാണണം. ഇന്ന് ഷാജിനെ കാണുന്നവരെ വീഡിയോ കാണണം. സൂപ്പർ മാർക്കറ്റ് നേരെ വിട്ടോ. സൂപ്പർ മാർക്കറ്റ് നേരെ അങ്ങോട്ട് പോയിട്ട് സൂപ്പർ മാർക്കറ്റ് നേരെ വിട്ടോ. അപ്പൊ ഹലോ ഗായ്സ്, നമ്മളിപ്പോ പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നമ്മളെ പുതിയ ഷോപ്പിന്റെ നമ്മുടെ പുതിയ ഷോപ്പിന്റെ ഒരു നൈറ്റ് പാർട്ടി ഉണ്ട്. നമുക്ക് ഗസ്റ്റ് ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാജിദയാണ് നമുക്ക് ഗസ്റ്റ് ആയിട്ട് വരുന്നത്. ഇന്നലെ ഉള്ള എയർപോർട്ടിൽ വന്നപ്പം ഞാൻ നിങ്ങളെ കാണിച്ചിട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് ഒരു ക്യൂരിയോസിറ്റി കൊടുക്കാന്ന് വിചാരിച്ചുകൊണ്ട് വെച്ചതാണ് സംഭവങ്ങള്. അപ്പൊ എന്ത് പറഞ്ഞ നെയ്മാണ് അത് വരുമ്പോ എവിടെ നിക്കും എവിടെക്കും എന്തെക്കും വെറുതെ എന്റെ തലിക്കാക്ക ഗേൾഫ്രണ്ട് ആവാൻ പാടില്ലാത്ത ഗേൾഫ്രണ്ട് അല്ലടാ. കന്നഡ ക്ലാസ് അവിടെ ഞാൻ മറ്റേ വരക്കിച്ച് കാണിച്ചില്ലേ, അത് ചെയ്താ നോക്കിട്ട് ചെയ്താ ഇങ്ങോട്ടോക്ക് അല്ലേ ഞങ്ങള് പറയാ ഷോപ്പ് അങ്ങോട്ട് തുറക്കുമ്പോണ്ടല്ലേ നല്ല പനി കേട്ടോ. മരുന്ന് ഈ കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ ആ ബാക്കിൽ വെക്കണ മരുന്ന് കൊടുക്കാന്ന് പറഞ്ഞു. ഈ കുട്ടിയെങ്ങാനും ബാക്കിൽ വെക്കാൻ അയക്കണ്ടേ? നീ കെട്ടുകയാണെങ്കിൽ ഒരു ഞാൻ പെണ്ണിട്ടേ കൊന്നാളി. അപ്പൊ നൈനൂസിനെ മാത്രം സ്നേഹിക്കുന്ന ഒരാൾ വന്നാല് അതെന്തായാലും കൊല്ലുവോ? ഇപ്പച്ചി ജോലിക്ക് പോകുമ്പോണ്ടല്ലോ ഒരു അണ്ണൻ തവ ചീത്ത അറിയും. ഇപ്പച്ചി തിരിച്ചു വരുമ്പോ അണ്ണൻ ചീത്ത അറിയില്ല. അങ്ങനെയാണോ? പെണ്ണ് വേണ്ട.
നെപ്പച്ചിനെ നോക്കാനോ? എല്ലാരും പറയുന്നുണ്ട് സാജിദ സാജി സാജിദ സാജി. ഇന്ന് സാജിദ സാജിനോട് നോക്കിയാലോ? മണ്ട ഇപ്പച്ചി പെണ്ണിട്ടിയല്ല പ്രശ്നം. ഇപ്പച്ചി ഒരാളെ സ്നേഹിക്കുന്നുണ്ട്, സുന്ദരിയാണ്. അയാളാണ് സാജിദ സാജി. അയാൾ സാജിദ സാജി അല്ല. അയാളല്ല, ആ പെണ്ണാണ്. അത് സാജിദ സാജി. ആ ബ്യൂട്ടിഫുൾ പെണ്ണിനാണ് ആ കൊല്ലും, അതിനും കൊല്ലും. ഞാൻ പറഞ്ഞില്ല എല്ലാ പെണ്ണുങ്ങളും. അപ്പൊ guys, ഞാൻ ഇന്ന് പറഞ്ഞു ഇപ്പച്ചി പറഞ്ഞു നല്ലോ പണിയില്ല. എന്താണ്? ഞാൻ മരുന്ന് കുടിക്കുന്ന സമയത്ത് മരുന്ന് എടുക്കുന്ന സമയത്ത് ഞാൻ കുടിക്കില്ല. പിന്നെന്താ ചെയ്യാ? ഞാൻ കുടിക്കുമ്പോ ബാക്കി കൊടുക്കും. ഇവിടെ ഞാൻ മരുന്നെടുത്ത് കൊടുക്കുവേ. മരുന്നെടുത്ത് കൊടുക്കുമ്പോ 36 എന്താ ചെയ്യണോ? ഇങ്ങോട്ട് കൊണ്ടുപോയിട്ട് പ്രതിരോധം പക്ഷേ ഞാൻ ഒഴിക്കുന്ന സമയത്ത് എന്റെ കണക്ക് തുള്ളി കണക്കായോ? വെച്ചാൽ തുള്ളിയായി. ഇപ്പൊ ട്രാഫിക് ആയതുകൊണ്ട് നമ്മൾ നേരെ പോകുന്നത് ഷാജിദ സാജിന്റെ റൂമിലോട്ടാണ്. അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ. താമസിക്കുന്നത് അവിടെ. കാര്യം പറയുന്നു നിങ്ങൾക്ക് എങ്ങനെ സാജിദ ഷാജിനെ അറിയാ? അതൊരു ദുർബല നിമിഷത്തിൽ അറിഞ്ഞതാണ്. വെച്ചാ പിന്നെ നിങ്ങൾക്ക് എന്താ പെണ്ണിന്റെ റൂം അറിയാം? കാരണം വെച്ചാൽ നമ്മൾ ഇതുവരെയായിട്ടും പോയിട്ടില്ല. അതന്നെ എങ്ങനെ പെണ്ണിനെ അറിയാ? ഇത് പറഞ്ഞ കറക്റ്റാ. നിങ്ങൾ ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും ആരാ? ഷാജിനെ? അവളിപ്പോ ഇന്നലെ കണ്ടല്ലേ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അടങ്ങി ഒതുങ്ങി നിൽക്കുക. പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോ ഒന്നല്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കുക, അല്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ വാ തുറക്കാണ്ടിരിക്കുക, അല്ലെങ്കിൽ പിന്നെ മാന്യമായിട്ട് നോ താങ്ക്സ് നോ താങ്ക്സ്. അല്ല, ഞങ്ങൾ പറയട്ടെ. എന്ത് പറയണത്? ഞാൻ പറയട്ടെ. ആ അവിടെ ആ ഇപ്പച്ചിന്റെ ഇല്ല, അവിടെ കൊറേ ഫ്രണ്ട്സുകളുണ്ടാവും. ഉപ്പച്ചില്ലേ? നോക്കരുത് നോക്കരുത്. ഇപ്പച്ചി അവിടെ മൂട്ടിനടപ്പ് ചന്തിന്റെ തോലും ഞാൻ മൂട്ടിൽ നടക്കൊന്നുമില്ല, ഞാൻ അവിടെ ഇരിക്കുള്ളൂ. ഇരിക്കൂല. എനിക്ക് അറിയാം ഇപ്പച്ചി അവിടെ കൂട്ടി ഡാൻസ് കളിക്കും. ഡാൻസ് കളിക്കും. ആ ഡാൻസ് കളിക്കാൻ പാടില്ല. നൈനുണ്ടപ്പോ മാത്രം, അല്ലെങ്കിൽ ഞങ്ങളപ്പം എടാ. അതുള്ള നിങ്ങൾക്ക് പറ്റുക. വേറെ ഒരു പെണ്ണിന്റെ അടുത്തേക്ക് പോകണ്ടേ? എന്താണ്? നമ്മൾ ഷോപ്പൊക്കെ പോവാണ്. നമ്മുടെ അടുത്തെല്ലാം മുട്ടായി. അപ്പോൾ അതാ മോള് പറയണ കേട്ടോ, അവർ വരുന്നുണ്ട്, അവർക്ക് പോലും ഇഷ്ടമില്ല കേട്ടോ. അവർ വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ 2-3 വീഡിയോസ് ആയിട്ട് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുവിധം എന്തായാലും ഇവർ വന്നോ ഗൾഫിലെത്തിയോ എന്നൊക്കെ വിചാരിച്ചിട്ട് എന്തായാലും എടുത്തു നോക്കും. അപ്പോൾ എന്തായാലും വരുന്നുണ്ട് പറഞ്ഞ് 2-3 വീഡിയോ ഇട്ട് ആൾക്കാരെ പറ്റിച്ച് ഏതായാലും പിന്നെ കൊണ്ടുവരാൻ പോകാന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ആണ് ഇട്ടിട്ടില്ല കേട്ടോ. എന്നിട്ടും എത്തിയിട്ടില്ല. അടുത്ത വീഡിയോയിൽ എന്തായാലും എത്തായിരിക്കും അല്ലേ. അത് നമ്മൾ പിന്നെ ഓരോരുത്തരും അതാണ് കേട്ടോ. വീഡിയോസ് എല്ലാ റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. എല്ലാവരും വിചാരം എത്തിയിട്ടുണ്ടാവും. ഇങ്ങനെ പിന്നെ അവർ വിളിക്കുന്ന ചാറ്റ് ചെയ്തോ അങ്ങനത്തെ ഒക്കെ ഇല്ലേ. അപ്പോൾ എന്തായാലും എത്തിയിട്ടുണ്ടാവും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ എല്ലാവരും കരുതുക. അങ്ങനെയാണ് വീഡിയോസ് ഒക്കെ എടുത്ത് വെക്കുന്നത്. അവരും തന്നെ ഇത് വെച്ചിട്ടാണ് കേട്ടോ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നെയ്നുമോൾ അതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. അത് മാത്രമാണ് കാണിച്ചത്. അപ്പോൾ അത് അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരോടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരൊക്കെ എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും. പിന്നെ ഒരു കാര്യം, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ അടിച്ച് ഹോൾ എന്ന ഓപ്ഷൻ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കണേ.